الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد കിതാബ് സിയാമിൽ ഷറഹുൽ മുഹദ്ദബ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫി മദാഹിബിൽ ഉലമായി ഫി നിയത്തി സൗം, നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ വിഷയത്തിലുള്ള ഉലമാക്കന്മാരുടെ മദ്ഹബിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മദ്ഹബുന നമ്മുടെ മദ്ഹബ് അന്നഹു ലാ യസിഹു സൗമുൻ, അന്നഹു തീർച്ചയായും കാര്യം ലാ യസിഹു സൗമുൻ ഒരു നോമ്പും ശരിയാവുകയില്ല ഇല്ലാ ബിനിയത്തിൻ നെയ്യത്ത് കൊണ്ടല്ലാതെ. സവാഉൻ അസ്സൗമുൽ വാജിബു മിൻ റമളാന വഗൈറുഹു, നോമ്പ് റമളാനിലെ വാജിബായ നോമ്പാകൽ സമമാണ്, അതല്ലാത്തതായാലും സമമാണ്. തത്തവോ സമമാണ്. അപ്പോൾ ഏത് നോമ്പായാലും നിയ്യത്ത് വേണം എന്നാണ്, നിയ്യത്തില്ലാതെ ശരിയാവുകയില്ല. വബിഹി ഖാലൽ ഉലമാഉ കാഫത്തൻ, വബിഹി ഇതുകൊണ്ടിട്ട് ഖാലൽ ഉലമാഉ കാഫ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു. ആരൊഴികെ? ഇല്ല അത്വാ ഒഴികെ, വ മുജാഹിദ് ഒഴികെ, വ സുഫർ ഒഴികെ. ഫൈന്നഹും ഖാലു അവർ പറഞ്ഞത്, ഇൻകാന സൗമു മുതഅയ്യനൻ നോമ്പ് നിർണിതമായാൽ, ബിഅൻ സഹബഹൻ മഖ്മാ ഫി ഷഹ്രി റമളാന ഫലാ യഫ്തഖിറു ഇലാ നിയ്യത്തിൻ. അപ്പോൾ അയ്യനായാൽ, അവിടെ അതാ ഇബാറത്ത് അവിടെ മനസ്സിലായിട്ടില്ല. ബിഅൻ സഹബഹന്ന മുഖിമ്മന്ന ഫി ഷഹ്രി റമളാൻ ഫലാ യഫ്തഖിറു ഇലാ നിയ്യ, അപ്പോൾ നിയ്യത്തിലേക്ക് ആവശ്യമില്ല. അതായത് നിജമായതാണെങ്കിൽ റമളാൻ മാസത്തിലുള്ളതുപോലെ കമാന്നൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ഫലാ യഫ്തഖിറു ഇലാ നിയ്യത്ത്, അപ്പോൾ നിയ്യത്തിലേക്ക് ആവശ്യമില്ല. ഖാലൽ മാവർദി പറഞ്ഞു, വമ്മാ സൗമുൻ നദിരി വൽ കഫാറത്തി, നേർച്ചയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും നോമ്പുണ്ടല്ലോ. നോമ്പ് നേർച്ചയാക്കി അല്ലെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്ന നോമ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോമ്പ് ഫൈസ്തർതു ലഹു നിയ്യത്തു ബിജ്മാൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇജ്മാവ് കൊണ്ട് തന്നെ നിയ്യത്ത് അതിന് നിബന്ധനയാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ എന്താ പറഞ്ഞത്? നോമ്പ് ശരിയാകാൻ നിയ്യത്ത് വേണം. നോമ്പ് വാജിബാകട്ടെ, അല്ലാത്തതാകട്ടെ, സുന്നത്താകട്ടെ, റമളാനിലെ നോമ്പാകട്ടെ, ഏത് നോമ്പാണെങ്കിലും ഈ പറഞ്ഞതാണ് മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞത്. കുറച്ച് പേര് ഒഴിവാക്കി. അവർ പറഞ്ഞത് എന്താണ്? അത്താ, മുജാഹിദ്, സുഫർ പോലെയുള്ളവർ അവർ പറഞ്ഞു, നോമ്പ് നിർണിതമായാൽ, റമളാനിലുള്ളതുപോലെ നിർണിതമാണെങ്കിലോ, അപ്പോൾ ഫലാ യഫ്തഖിറു ഇലാ നിയ്യത്തിലേക്ക് ആവശ്യമില്ല. മാവർദിമാൻ പറഞ്ഞത് നേർച്ച നോമ്പും പ്രായശ്ചിത്ത നോമ്പും അതിൽ നിയ്യത്ത് ഷർത്താണെന്ന്. അപ്പോൾ നമുക്ക് ഇൻകാന സൗമു മുതഅയ്യനൻ ബിഅൻ യകൂന സാഹിബഹ, അവിടെ അത് വേറെ നുസ്ഖയിൽ നോക്കാം, അപ്പോൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇനി വഹ്തുജ്ജ ലി അത്വാഇൻ വവാഫിഖിഹി, അത്താഇനും അദ്ദേഹത്തോട് യോജിച്ചവർക്കുള്ള തെളിവെന്താ? അത്താ, മുജാഹിദ്, സുഫറൊക്കെ പറഞ്ഞില്ലേ, അവർ ബിഅന്ന റമളാന, അവർക്ക് തെളിവ് ബിഅന്ന റമളാൻ എന്നുള്ളത് മുസ്തഹഖു സൗമി, അത് നോമ്പ് നിർബന്ധമായതാണ്. റമളാനാകുന്നത് മുസ്തഹഖു സൗം, നോമ്പ് ബന്ധിച്ചതാണ്. യംനഉ ഗൈറഹു, മറ്റുള്ളതിനെന്ത് ചെയ്യും? അത് തടയും. മിനൽ വുഖൂഇ ഫീഹി, റമളാനിൽ സംഭവിക്കലാൽ മറ്റുള്ളത് തടയും. അപ്പോൾ നോമ്പ് ബന്ധിച്ചതാണ് റമളാൻ. അപ്പോൾ ഫലം യഫ്തഖിർ ഇലാ നിയ്യത്തിൻ, അപ്പോൾ നിയ്യത്തിലേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വഹ്തജ അസ്ഹാബുന, നമ്മുടെ അസ്ഹാബുകൾ തെളിവിടിച്ചത് ബി ഹദീസി ഇന്നമൽ അമാലു ബിന്നിയാത്ത്, തീർച്ചയായും അമലുകളുടെ സ്വീകാര്യത
നീയത്തുകളെ കൊണ്ട് മാത്രമാണെന്ന ഹദീസാണ് നമ്മുടെ തെളിവ്. അതുപോലെ തന്നെ വബി ഹദീസി ഹഫ്സ സാബിഖായ ഹഫ്സ ബീവിയുടെ ഹദീസുമാണ്. അതുപോലെ തന്നെ ഖിയാസുമാണ് അലാ സ്വലാത്തി വൽ ഹജ്ജി, നിസ്കാരത്തിൻ്റെയും ഹജ്ജിൻ്റെയും മേൽ ഖിയാസാക്കിയിട്ടുമാണ്. വലിയ അന്ന സൗമ, അതുപോലെ തന്നെ നോമ്പ് എന്നുള്ളത് ഹുവൽ ഇംസാക്കുമാണ്. ലുഗത്തൻ വ ഷർഅൻ, പിടിച്ചു നിൽക്കുക എന്നതാണ് ഇംസാക്ക്. ലുഗത്തിലും വ ഷർഅൻ, ഷറയിലും ലുഗത്തിലും ഇംസാക്ക് ചെയ്യലാണ് നോമ്പെന്ന് വെച്ചാൽ. ഭാഷാർത്ഥത്തിലും മതപരമായ അർത്ഥത്തിലും ഇംസാക്കാണ് നോമ്പ്. വലായത്തമയ്യസു ഷറഇയ്യു അനിൽ ലുഗബിയ്യി, അപ്പോൾ വലായത്തമയ്യസു ഷറഇയ്യായ ആ ഇംസാക്ക് വേർപിരിയുകയില്ല. അനിൽ ലുഗബിയ്യെ തൊട്ട് ഷറഇ വേർപിരിയില്ല. ഇല്ലാ ബിന്നിയത്ത്, നിയത്ത് കൊണ്ടല്ലാതെ. അപ്പോൾ നിയത്ത് വേണം. ഇംസാക്ക് എന്ന് പറയാമല്ലോ, നിയത്തുണ്ടെങ്കിലേ നോമ്പാകുള്ളൂ. ഇപ്പോൾ ഒരാൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നിയത്ത് വെക്കാതെ ഇരുന്നാലും അത് ഇംസാക്കാണ്. അപ്പോൾ അത് ഷറഇയിൽ വേർതിരിയണമെങ്കിൽ നിയത്തോടു കൂടി അങ്ങനെ ചെയ്താലാണ് ഷറഇ ആവുള്ളൂ. അപ്പോൾ ഫവജബത്ത്, അപ്പോൾ നിയത്ത് നിർബന്ധമായി. ലിത്തംയീസി, വേർതിരിക്കാൻ വേണ്ടി. ലുഗവിയും ഷറഇയുമായ ഇംസാക്കിൽ നിന്ന് രണ്ടും വേർതിരിയാൻ വേണ്ടിയിട്ട്. വൽ ജവാബു അമ്മാദ കറൂഹു, അപ്പോൾ അവർ പറഞ്ഞതിനുള്ള ന്യായം, അവർ പറഞ്ഞത് റമളാൻ നോമ്പിന് ബന്ധപ്പെട്ടതാണ്, മറ്റൊന്നും അതിൽ സംഭവിക്കില്ലല്ലോ. അതിന് മറുപടി അന്നഹു മുൻതഖിളുൻ ബിസ്സലാത്തി, ആ പറഞ്ഞ വാദം നിസ്കാരം കൊണ്ട് അത് മുറിഞ്ഞു പോകും. കാരണം നിസ്കാരത്തിലും ഇദാലം യബ്ഖ മിൻ വഖ്തിഹാ, അതിൻ്റെ വഖത്തിൽ നിന്ന് ശേഷിക്കാതിരുന്നാൽ ഇല്ലാ ഖദറുൽ ഫർളി, ഫർളിൻ്റെ ഖദറല്ലാതെ വഖത്തിൽ നിന്ന് ബാക്കിയായിട്ടില്ലെങ്കിൽ, ബാക്കിയായത് വന്നാൽ അത് മാത്രമല്ല അവിടെ സംഭവിക്കുള്ളൂ. നിസ്കരിക്കേണ്ട സ്ഥലം തന്നെയല്ലേ, അപ്പോൾ അവിടെ നിയത്ത് വേണ്ടല്ലോ എന്ന് പറയേണ്ടി വരുമല്ലോ. ഫൈന ഹാദ സമാന, കാരണം ഈ കാലഘട്ടം മുസ്തഹിഖുൻ ലി ഫീലിഹാ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമാൻ അത് പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ടതാണല്ലോ. വയംനൗ മിൻ ഇഖാഇ ഗൈരിഹാ ഫീഹി, മറ്റൊന്ന് ആ സമയത്ത് ചെയ്യൽ തടസ്സമാണല്ലോ. വതജിബു ഫീഹ നിയ്യത്തു ബിൽ ഇജ്മാഇ, പക്ഷേ അതിലും നിയ്യത്ത് നിർബന്ധമാണ്. ഇജ്മാഅ് കൊണ്ടിട്ട് നിർബന്ധമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിസ്കാരത്തിൽ നിയ്യത്ത് വേണ്ടാന്ന് അവർ പറയണമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിസ്കാരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർ റമളാനിൽ നിയ്യത്ത് വേണ്ട എന്ന് പറഞ്ഞതിനെ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ പൊളിക്കാം. വഖദ് യുജീബൂനൻ ഹാദ, അവർ ഇതിന് മറുപടി പറയണത് എന്താ അറിയോ, ബി അന്ന ദാലിക സമാൻ, ആ സമയം വൈകാന ലാ യജൂസു ഫീ സ്വലാത്തൻ ഉഖ്റ, മറ്റൊരു നിസ്കാരം അതിൽ അനുവദനീയമല്ലെങ്കിലും, ലാക്കിൻ ലൗ ഫുഇലത്ത് ഇൻ അഖദത്ത്, മറ്റൊരു നിസ്കാരം പ്രവർത്തിച്ചാൽ അത് ശരിയാകും. അപ്പോൾ ളുഹർ നിസ്കരിക്കാൻ ഫർളിൻ്റെ സമയം മാത്രം ബാക്കിയാകണുള്ളൂ. അപ്പോൾ ഒരാൾ ളുഹർ നിസ്കരിക്കാതെ വേറെ നിസ്കരിച്ചാൽ അത് നിസ്കാരമായി കെട്ടുപെടും. വഖദ് യുനാസഉ ഫി ഇഖാദിഹാ, വഖദ് യുനാസഉ തർക്കിക്കപ്പെട്ടിട്ടുണ്ട് ഫിൻ ഇഖാദിഹ, അത് ശരിയാകുമെന്നതിൽ. കാരണം എന്നാ മുഹറമത്തുൻ, അത് ഹറാമാണല്ലോ, അങ്ങനെ നിസ്കരിക്കൽ ഹറാമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കെട്ടുപെടുമോ എന്ന വിഷയത്തിൽ തർക്കിക്കപ്പെട്ടിട്ടുണ്ട്. വഖദ് സബഖ, മുന്തിപ്പോയിട്ടുണ്ടല്ലോ, അന്ന സ്വലാത്തല്ലതി ലാ സബബ ലഹാ, നിസ്കാരം ഒരു നിസ്കാരം അല്ലത്തി അങ്ങനെ നിസ്കാരമാണ്, ലാ സബബ ലഹ, അതിന് കാരണമില്ലാത്ത നിസ്കാരം, ഒരു കാരണമില്ലാത്ത നിസ്കാരം. ലൗ ഫുഇലത്ത് ഫീ വഖ്തിൻ നഹി, അത് നിരോധിക്കപ്പെട്ട സമയത്ത് ചെയ്താൽ, നിസ്കാരം വിരോധിക്കപ്പെട്ട 5 സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ ചെയ്താൽ ലാ തൻഅഖിദു അലൽ അസഹി, അത് ശരിയാവുകയില്ല എന്നാണ് അസഹ അഭിപ്രായ പ്രകാരം. അല്ലാഹു തആല, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചത് നിയ്യത്ത് നിർബന്ധമാണ്, എല്ലാ നോമ്പിനും നിയ്യത്ത് നിർബന്ധമാണ്. അത് വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മൾ ഗണ്ണിച്ചു. ഇനി ഫറഅൻ, ഇതൊരു ഫറഅാണ്. ഫീ മദാഹിബിഹിം ഫീ നിയ്യത്തി സൗമി റമളാൻ, നോമ്പ് റമളാനിലെ നോമ്പിനെ നിയ്യത്തിലുള്ള പണ്ഡിതന്മാരുടെ മദ്ഹബിലുള്ള ഒരു ഫറഅാണ്.
ദക്കർന നാം പറഞ്ഞു അന്ന മദ്ഹബന നമ്മുടെ മദ്ഹബ് അന്നഹുലായസിഹു ശരിയാവുകയില്ല ഇല്ലാ ബിന്നിയത്തി നിയത്ത് കൊണ്ടിട്ടല്ലാതെ നോമ്പ് ശരിയാവുകയില്ല മിനല്ലൈലി രാത്രിയിൽ നിന്നുള്ള നിയത്ത് വേണം. വബിഹി ഖാല മാലിക്കൻ വഅഹ്മദ് വ ഇസ്ഹാഖ് അതുതന്നെയാണ് മാലിക് ഇമാമും അഹമ്മദ് ഇമാമും ഇസ്ഹാഖും പറഞ്ഞത്. ദാവൂദ് ഇമാം വ ജമാഅത്തുൽ ഉലമാഇ സലഫി വൽ ഖലഫി മുൻകഴിഞ്ഞവരും മുൻഗാമികളുമായ പണ്ഡിതന്മാരുടെ ഭൂരിഭാഗവും അങ്ങനെയാണ് പറഞ്ഞത്, രാത്രി തന്നെ നിയത്ത് വേണം. വഖാല അബൂ ഹനീഫ ഇമാം പറഞ്ഞു യസ്യഹു ബി നിയത്തിൻ ഖബ്ല സവാലി ഉച്ചക്ക് മുമ്പുള്ള നിയത്ത് കൊണ്ട് ശരിയാകും, നോമ്പ് ശരിയാകും. ഖാല വക്കതന്നതുർ അദ്ദേഹം പറയുന്നു വക്കതന്നതുറുൽ മുഅയ്യനു പ്രകാരം തന്നെ നിർണിതമായ നേർച്ചയുടെ നോമ്പും. വാഫഖിന അലാ സൗമിൽ ഖലായി നാം യോജിച്ചിട്ടുണ്ട്, ഖലാഇൻ്റെ നോമ്പിൻ്റെ മേൽ നാം യോജിച്ചു, ഖലാ വീട്ടുന്ന നോമ്പിൻ്റെ മേൽ നാം യോജിച്ചു. വൽ കഫാറത്തിൻ്റെ നോമ്പിൻ്റെ മേൽ നാം അദ്ദേഹത്തോട് യോജിച്ചിട്ടുണ്ട്. അന്നഹുമാല യസിഹാനി ഇല്ലാ ബിന്നിയത്തി മിനൽ ലൈലി വാഫഖിന അലാ സൗമിൽ ഖലായിൽ അന്നഹുമാ ലാ യസിഹാനി ഇല്ലാ ബിനിയത്തിൻ മിനൽ ലൈലി രാത്രിയിൽ നിന്നുള്ള നിയത്ത് കൊണ്ടിട്ടല്ലാതെ രണ്ടും ശരിയാവുകയില്ല എന്നതിൻ്റെ മേൽ നാം യോജിച്ചു. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് വാഫഖനാല സൗമിൽ ഖലായി വൽ കഫാറ നഹുമല ഇസ്ഹാനു ഇല്ലാ ബിനിയത്തി മിനൽ ലൈലി. അപ്പോൾ അബൂ ഹനീഫ ഇമാം ഈ വിഷയത്തിൽ കഫാറത്തിൻ്റെയും ഖലായിൻ്റെയും നോമ്പ് അത് രാത്രി തന്നെ നിയത്ത് വേണമെന്ന് യോജിക്കുന്നുണ്ട്. വഹ്തജ്ജ ലഹു ബി അഹാദീസ സ്വഹീഹത്തി അതിന് അദ്ദേഹം തെളിവിടിച്ചു ബിൽ അഹാദീസ് സ്വഹീഹത്തി സഹിഹ ഹദീസ് കൊണ്ട് അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ബാസ യൗമ ആശുറാ ഇലാ അഹ്ലിൽ അവാലി അഹ്ലുൽ അവാലിയിലേക്ക് നബി ആശുറാ ദിവസം അയച്ചു. വഹിൽ ഖുറല്ലത്തി ഹൗലൽ മദീന അഹ്ലുൽ അവാലി എന്ന് വെച്ചാലാണ് മദീനൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങൾ, അതിലേക്ക് അയച്ച് എന്താണ് ഐ യസൂമു യൗമഹും ദാലിക അവരാ ദിവസം നോമ്പനുഷ്ഠിക്കാൻ നബി ആളെ അയച്ചു. ഖാലു അവർ പറഞ്ഞു വക്കാന സൗമു ആശുറ വാജിബൻ അല്ലേ, ഖാലു അവർ പറയുന്നു വക്കാന സൗമു ആശുറ വാജിബൻ ആശുറ നോമ്പ് നിർബന്ധമായിരുന്നു. സുമ്മ നുസിഖ പിന്നെ നസ്ഖ ചെയ്യപ്പെട്ടതാണ്. വഖിയാസൻ അലാ സൗമിൽ ഫല്ലീന സൗമുൽ ഫല്ലിൻ്റെ മേൽ ഖിയാസാക്കിയതിന് വേണ്ടിയിട്ടും. ഇവിടെ ഇപ്പം എന്താണ് വഹിയൽ ഖുറ യൗം ബാസ യൗമ അശ്റാ ഇല അഹ്ലിൽ അവാലി വഹിയൽ ഖുറല്ലത്തി ഹൗലൽ മദീനത്തി അൻ യസൂമു യൗമഹും ദാലിക ഖാലു വകാന സൗമു അശ്റാ വാജിബൻ. ഇനി വഹ്തജ അസ്ഹാബുന നമ്മുടെ അസ്ഹാബുകൾ തെളിവിടിച്ചു ബി ഹദീസ് ഹഫ്സ ബീവിയുടെ ഹദീസ് കൊണ്ട് ഹദീസ് ആയിഷ ബീവിയുടെ ഹദീസ് കൊണ്ടും റളിയല്ലാഹു അൻഹുമാ എന്താണ് ലാ സിയാമ ലിമൻ ലം യുബയ്യിത്ത് സിയാമു മിനൽ ലൈൽ തെളിവെന്താ ലാ സിയാമ നോമ്പില്ല ലിമൻ ഒരുത്തന് ലം യുബയ്യിത്ത് അവൻ സിയാമിനെ രാപ്പാർപ്പിച്ചിട്ടില്ല പിന്നല്ലേ രാത്രിയിൽ നിന്ന് നോമ്പിനെ രാപ്പാർപ്പിക്കാത്തവന് നോമ്പില്ല. അപ്പോൾ അതായത് നിയത്ത് വെക്കാത്തവന് നോമ്പില്ല. വഹുമാ സഹീഹാനി ഈ രണ്ട് ഹദീസും സഹിഹാണ്. സബഖ ബയാനുമായി അതിൻ്റെ രണ്ട് വിശദീകരണം മുന്തിപ്പോയിട്ടുണ്ട്. വബിൽ ഖിയാസ് അലാ സൗമിൽ കഫാറത്തി അതുപോലെ തന്നെ നമ്മൾ തെളിവ് പറയുകയാണല്ലോ. അഫ്സാറുല്ലാൻ്റെ ആയിഷാനുള്ള ഹദീസ് ഇവിടെ ഹദീസ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് വബിൽ ഖിയാസും ഉണ്ട് അലാ സൗമിൽ കഫാറത്തി വൽ ഖലായി ഖലായിൻ്റെയും കഫാറത്തിൻ്റെയും നോമ്പിൻ്റെ മേൽ ഈ നോമ്പിനെയും നമ്മൾ എന്ത് ചെയ്യും ഖിയാസാക്കും. വാജാബ സുഹാബുന അനിൽ ഹദീസ് ആഷുറാബി ജവാബൈനി. അവന് അവിടെ എന്തുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അഹ്ലുൽ അവാലിയിലേക്ക് നബി തങ്ങൾ ആഷുറ ദിവസമാണ് ആളെ അയച്ചത്. എന്നിട്ട് പറഞ്ഞത് അവരാ ദിവസം നോമ്പ് നോക്കുക. അപ്പോൾ രാത്രി പാർപ്പിച്ചിട്ടില്ലല്ലോ അവിടെ നിയത്ത്. അപ്പോൾ അതിന് മറുപടി നമ്മൾ എന്താ പറയുക അതാണ് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് മറുപടി ആശുറായിൽ രണ്ട് ഉത്തരം പറയാം. അഹദുഹും ആ രണ്ടിലൊന്ന് അന്നഹു ലം യകുൻ വാജിബൻ
അത് നിർബന്ധമായിരുന്നില്ല. വൈന്നമാക്കാന തത്തവൻ മുതാക്കതൻ ശരീരൻ തക്കീതി, ശക്തിമത്തായ സുന്നത്തായിരുന്നു എന്നാണ്. വളരെ ശക്തിയായ സുന്നത്തായിരുന്നു, അത് വാജിബൊന്നും ആയിരുന്നില്ല. വഹാദാഹു അസഹീന്ദ അസാബിന, ഇതാ നമ്മുടെ അസാബിൻ്റെ അടുത്ത് സഹി അഭിപ്രായം അതാണ്. ആശുറാവിൻ്റെ നോമ്പ് ആദ്യം നിർബന്ധമൊന്നും അല്ലായിരുന്നു, അത് സുന്നത്തായിരുന്നു. അപ്പോൾ സുന്നത്ത് നോമ്പിനാകും എന്ത് മതി, ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതിയല്ലോ എന്ന്. അസാനി രണ്ടാമത്തെ അഭിപ്രായം, അന്നഹു ലഹു സല്ലംന അന്നഹു കാന ഫർളൻ, നാം സമ്മതിച്ചാൽ അന്നഹു കാന ഫർളൻ, അത് ഫർളായിരുന്നു എന്ന് സമ്മതിച്ചാൽ, ഫ കാന ഇബ്തിദാഉ ഫർളിഹി അലൈഹി മിൻ ഹീനി ബലഗഹും, ഇനി അത് ഫർളാണെന്ന് സമ്മതിച്ചാൽ തന്നെ അത് ഫർളിൻ്റെ തുടക്കം അവർക്ക് അത് ഫർള് ആകാനുള്ള അതിൻ്റെ തുടങ്ങുന്നത് എപ്പോഴാണ്, മിൻ ഹീനി ബലഗഹും, അവർക്കത് എത്തിയത് മുതലല്ലേ. അപ്പോൾ അത് വലം യുഖാതബു ബിമാ ഖബ്ലഹു, അപ്പോൾ അവരോട് അതിന് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അവർക്കപ്പോൾ എത്തിയപ്പോൾ നിർബന്ധമായിരുന്നുള്ളൂ. ഏത് അഹ്ലി കുബ പോലെ ഫി ഇസ്തിഖ്ബാൽ കാബത്തി, കാബയിലേക്ക് മുന്നിടുന്ന വിഷയത്തിൽ കുബാൻ്റെ അഹ്ലുകാർക്ക് സംഭവിച്ചതുപോലെ. കാരണം പന്നസ്തിഖ്ബാലഹ ബലഹും ഫി അസ്നാഇ സ്വലാ, കാരണം കിബിലയിലേക്ക് മുന്നിടൽ അവർക്ക് എത്തിയത് നിസ്കാരത്തിൻ്റെ ഇടയിലാണല്ലോ. അപ്പോൾ നിസ്കാരം അവരെന്ത് ചെയ്തു, ആദ്യമൊക്കെ കിബില എങ്ങോട്ടായിരുന്നു, മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. പിന്നെ അത് അള്ളാഹു മാറ്റി, അത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതുവരെ അത് നിർബന്ധമായിരുന്നില്ല, അപ്പോഴാണത് എത്തിയത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഫസ്തദാറു, അവർ തിരിഞ്ഞു. വഹും ഫിഹാ മിൻ ഇസ്തിഖ്ബാൽ, വഹും അവരാകുന്നു ഫിഹാദില നിസ്കാരത്തിലാണ്. എന്തിൽ നിന്ന്, മിൻ ഇസ്തിഖ്ബാൽ ബൈത്തുൽ മഖ്ദിസി, കണ്ട, ബൈത്തുൽ മഖ്ദസിനെ മുന്നിടുന്നതിൽ നിന്ന് ഇലാ ഇസ്തിഖ്ബാൽ കാബ, കാബയിലേക്ക് മുന്നിടുന്നതിലേക്ക് അവർ എന്ത് ചെയ്തു, തിരിഞ്ഞല്ലോ. വ അജ്സാഅതുഹും സ്വലാത്തുഹും, അവർക്ക് മതിയായി, അവരുടെ നിസ്കാരം അവർക്ക് മതിയാക്കി. ഹൈസുലം യബ്ലുഹുൽ ഹുക്കുമു, ഹുക്കും അവർക്ക് എത്തിയിട്ടില്ലാത്ത സമയത്ത്, ഇല്ലാഹിനെ അന്നേരമല്ലാതെ എത്തിയിട്ടില്ലാത്ത സമയത്ത് അവർക്ക് ആ നിസ്കാരം അവർക്ക് മതിയായി. വൈൻകാനൽ ഹുക്കും ബിസ്തിഖ്ബാൽ കാബത്തി കത് സബക്ക കബല ഹാദാ ഫി ഹക്കി ഗൈരിഹിം, ഹുക്കും വിധി മുന്തിയിട്ടുണ്ട്, കാബക്ക് മുന്നിടണമെന്നുള്ള വിധി കത് സബക്ക അത് മുന്തിയിട്ടുണ്ടെങ്കിലും, കബല ഹാദ ഇതിന് മുമ്പ് തന്നെ, ഫി ഹക്കി ഗൈരി മറ്റുള്ളവരുടെ അവകാശത്തിൽ മുന്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കിത് അപ്പോഴാണ് കിട്ടിയത്, അപ്പം കിട്ടിയത് മുതലല്ലേ നിർബന്ധമാവുകയുള്ളൂ. വയസിറുഹാദ കമൻ അസ്ബഹ ബില, അപ്പം ഇതാകും ഏതുപോലെ, കമൻ ഒരുത്തനെ പോലെ അസ്ബാഹ നിസ്കരിച്ചു, ഇസ്ബില നീയത്തിൻ, നീയത്ത് കൂടാതെ സുബഹി നിസ്കരിച്ചു, സുമ്മ നദറ അല്ലെങ്കിൽ നിസ്കരിച്ചു, സുമ്മ നദറ ഫി അസ്നാഇൻ നഹാരി സൗമ ദാലിക്കൽ യൗമി, അങ്ങനെയല്ല. വയസീറു ഇതാകും കമൻ ഒരുത്തനെ പോലെ, അസ്ബഹ ബില നീയത്തിന്ന, നീയത്ത് കൂടാതെ അയാൾ പ്രഭാതമായി സുബഹി നിസ്കരിച്ചു എന്നല്ല, പ്രഭാതമായി. സുമ്മ നദറ, പിന്നെ അയാൾ നേർച്ചയാക്കി, ഫി അസ്നാഇൻ നഹാരി പകലിൻ്റെ പകുതിയിൽ നേർച്ചയാക്കിയാണ്, സൗമ ദാലിക്കൽ യൗം ആ ദിവസത്തെ നോമ്പ് നേർച്ചയാക്കി. അപ്പോൾ അങ്ങനെയാകും. വാജാവൽ മാവർദി മാമന് ഉത്തരം നൽകുബി ജവാബിൻ സാലിസിൻ, ഇനി മൂന്നാമതൊരു മറുപടി കൂടി മാവർദിമാൻ പറയുന്നു. വഹുവത് അന്നഹു ലൗകാന ആഷുറാ വാജിബൻ, ആഷുറാ വാജിബായിരുന്നെങ്കിൽ ഫഖദ് നുസിഹ ബിജ്മാൽ ഉലമായി, അത് ഉലമാക്കന്മാരുടെ ഏകകണ്ഠ അഭിപ്രായം കൊണ്ട് അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാജിമാൽ ഉലമാക്കൻ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. അല അന്നഹു ലൈസ ബി വാജിബിൻ, അത് വാജിബല്ല എന്ന്. വൈദാനുസിഹ ഹുക്മു ശൈഇൻ ലം യുജ്സ അൻ യുലഖ അയുൽഹഖ ബിഹി ഗൈറുഹു, അപ്പോൾ വൈദാനുസിഹ ഹുക്മു ശൈഇൻ, ഒരു കാര്യത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടാൽ, ലം യജ്സ് അൻ യുൽഹഖ ബിഹി ഗൈറുഹു, മറ്റൊന്ന് അതിനോട് ചേർക്കൽ പറ്റുകയില്ല. അപ്പോൾ അതിനോട് ഇതിനെ എന്താക്കാൻ പറ്റൂല, ബന്ധിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഇനി വമ്മൽ ജവാബു അൻ ഖിയാസിഹിം അല തതവ്വുഇ, ഇനി മറുപടി അൻ ഖിയാസ്, അവരുടെ ഖിയാസിനെ തൊട്ട്, അല തതവ്വുഇ സുന്നത്ത് നോമ്പിൻ്റെ മേൽ അവർ ഖിയാസാക്കലിനെ തൊട്ടുള്ള മറുപടി എങ്ങനെ. അപ്പോൾ സുന്നത്ത് നോമ്പ് പോലെ തന്നെ, സുന്നത്ത് നോമ്പിന് എന്ത് മതി, രാവിലെ നിയത്ത് ചെയ്താൽ മതിയല്ലോ എന്നല്ലേ. അപ്പോൾ അത് പറയും വൽ ഫർഖു ലാഹിർ, സുന്നത്ത് നോമ്പും ഫർള് നോമ്പും തമ്മിൽ വ്യത്യാസം വ്യക്തമല്ലേ. കാരണം ലന്ന തതവ്വു മബ്നിയുൻ അല തഖ്ഫീഫ്, സുന്നത്ത് എന്നുള്ളത് എടുക്കപ്പെട്ടത് എന്താണ്,
ലഘുവാക്കുക എന്നതിൻ്റെ മേൽ എടുക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ വലിയ അന്നഹു സബത്തൽ ഹദീസു സഹീഫി, സുന്നത്ത് നോമ്പിൽ സ്ഥിരമായ ഹദീസ്, സഹിയായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വസബത്ത, അതുപോലെ തന്നെ സ്ഥിരപ്പെട്ടു ഹദീസ് ഹഫ്സ വ ആയിഷ റളിയല്ലാഹു അൻഹുമ, ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും ഹദീസ് സ്ഥിരപ്പെട്ടു. അപ്പോൾ ഫവജബൽ ജമ്മു ബൈന ദാലിക കുല്ലിഹി, അപ്പോൾ എന്ത് ചെയ്യുക, ഇവകൾ മുഴുവത്തിൻ്റെ ഇടയിൽ ജംഅ ചെയ്യൽ നിർബന്ധമായി. അപ്പോൾ വഹു അത് ഹാസിൽ ബിമാ ദക്കർന, നാം പറഞ്ഞ ഒന്നിൻ്റെ ഹാസിലാണ്. വഹു അത് ഹാസിൽ ബിമാ ദക്കർന, നാം പറഞ്ഞ ഒന്നിൻ്റെ എന്നാണ് രത്ന ചുരുക്കമാകും. അന്നൽ ഹദീസ, ഹദീസ് അത്തബീത്തിൻ്റെ ഹദീസ് ഫി സൗമിൽ വാജിബി, വാജിബിൻ്റെ നോമ്പിലും, അതായത് നീയത്തിനെ രാത്രി തന്നെ നീയത്ത് ചെയ്യണം എന്ന ഹദീസ് വന്നത് നിർബന്ധ നോമ്പിലും, വ ഗൈറഹു, അതല്ലാത്ത തബീത്ത് വേണ്ട എന്ന് പറഞ്ഞ ഹദീസ് ഫി സൗമി തത്തവുഇ, സുന്നത്ത് നോമ്പിലുമാണ്. വല്ലാഹു ആലം, അള്ളാഹു ആണ് ഏറ്റവും അറിയുന്നവൻ. ഇനി ഫറോൻ, ഇതൊരു ഫറാണ്. ഫി മദാബിഹിം ഫി നിയത്തി ലി കുല്ലി യൗമിൻ മിൻ കുല്ലി സൗമി, അവരുടെ മദ്ഹബിലുണ്ട്, നീയത്തിലുള്ളവരുടെ മദ്ഹബിലുള്ള ഒരു ഫറാണ്. ലി കുല്ലി യൗമിൻ, ഓരോ ദിവസത്തെയും നിയത്ത്, മിൻ കുല്ലി സൗമി, ഓരോ നോമ്പിലും ഓരോ ദിവസത്തിന് നിയത്ത് ചെയ്യുന്നതിനുള്ള മദ്ഹബ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസത്തിനും ചെയ്യണോ? മദ്ഹബുന, നമ്മുടെ മദ്ഹബ്, അന്ന കുല്ല യൗമിൻ, ഓരോ ദിവസവും, യഫ്തഖിറു ഇലാ നിയത്തിൻ, നിയത്തിലേക്ക് ആവശ്യമാണ്, ഓരോ ദിവസവും നിയത്തിലേക്ക് ആവശ്യമാണ്. സവാവുൻ നിയത്തു സൗമി റമളാന വൽ ഖലാഇ വൽ കഫാറത്തി, അത് വൻ നദിരി, റമളാനിലെ നോമ്പിൻ്റെ നിയത്താകട്ടെ, അല്ല ഖലാഇൻ്റെ പിടിച്ച് വീട്ടാനുള്ളതാണ്, ഖലാ വീട്ടുന്ന നോമ്പാകട്ടെ, നോമ്പിൻ്റെ നിയത്താകട്ടെ, കഫാറത്തിൻ്റെതാകട്ടെ, നേർച്ചയുടേതാകട്ടെ, ഏതായാലും അപ്പോൾ തത്ത പോയി സുന്നത്തിൻ്റെതാകട്ടെ, സുന്നത്ത് നോമ്പാണെങ്കിലും എന്ത് വേണം? എല്ലാ ദിവസവും നിയത്ത് വേണം, ഓരോ നോമ്പിനും ഓരോ ദിവസവും നിയത്ത് വേണം. ഒബിഹി ഖാല അബു ഹനീഫ വ ഇസ്ഹാഖ് ബിനു റാഹവൈഹി, ഈ പറഞ്ഞതുകൊണ്ട് അബു ഹനീഫ ഇമാമും ഇസ്ഹാഖ് ബിനു റാഹവൈഹിയും ദാവൂദ് എന്നവർ ഇബ്നു മുൻദിറും പറഞ്ഞു. വൽ ജുംഹൂറും, എന്താണ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. വഖാല മാലിക്, മാലിക് ഇമാം പറഞ്ഞു, ഇദാ നവാ ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാന, ഒരാൾ റമളാനിലെ ആദ്യ രാത്രി നിയത്ത് വെച്ചു, സൗമ ജമീഇഹി, ആ റമളാനിലെ മുഴുവൻ നോമ്പും നിയത്ത് വെച്ചാൽ, കഫാഹുലി ജമീഇഹി, അവന് മതിയാകും, അത് മുഴുവത്തിനും അത് മതിയാകും. വലാ യഹ്താജു ഇലാ നിയ്യത്തിൽ കുല്ലി യൗമിൻ, ഓരോ ദിവസത്തിനും നിയ്യത്തിലേക്ക് ആവശ്യമില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മാലിക്കിമ. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ മസലകളല്ലേ, നമ്മൾ റമളാനിൻ്റെ തുടക്കത്തിൽ പറയുമല്ലോ, ഓരോ ദിവസം നിയത്ത് വെക്കണം. ഇനി ആദ്യം തന്നെ നിയത്ത് വെക്കണം, റമളാനിൻ്റെ തുടക്കം തന്നെ നിയത്ത് വെക്കുകയാണെങ്കിൽ, ഇനി വല്ല നിയത്തും മറന്നു പോകണമെങ്കിൽ മതിയാകും, അല്ലെങ്കിൽ പകലിൽ തന്നെ നിയത്ത് വെച്ചാൽ മതിയെന്ന് അബു ഹനീഫ ഇമാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പറയാറുണ്ട്. ഇനി വാൻ അഹമ്മദ് വ ഇസ്ഹാഖ റിവായത്താനി, അഹമ്മദ് എന്നവരത്തോട് ഇസ്ഹാഖ് എന്നവരത്തോട് രണ്ട് റിവായത്തുണ്ട്. അസഹൂമ, രണ്ടിൽ ഏറ്റവും സഹിയായത് മദ്ഹബിന, നമ്മുടെ മദ്ഹബ് പോലെ തന്നെയാണ്. അതായത് എന്തിവിടെ പറഞ്ഞത്, ഓരോ ദിവസത്തിനും ഓരോ നിയത്ത്, ഓരോ നോമ്പിനും ഓരോ നിയത്ത് വേണം എന്നാണ്. അപ്പോൾ അസഹ അഭിപ്രായം നമ്മുടെ മദ്ഹബ് പോലെ തന്നെയാണ്. വസാനിയത്ത്, രണ്ടാമത്തേത്, രണ്ടാമതൊക്കെ മാലിക്കിൻ. അപ്പോൾ രണ്ട് റിവായത്തുണ്ട്, അതിൽ ഏറ്റവും അസഹ് നമ്മുടെ മദ്ഹബ് പോലെ തന്നെയാണ്. വസാനത്ത്, രണ്ടാമത്തെ റിവായത്ത് എന്തൊക്കെ, മാലിക് ഇമാമിനെ പോലെ തന്നെ. അതായത് എന്ത് വേണ്ട, അഹമ്മദ് ഇമാം എന്ന് വെച്ചാൽ ആരാ? നമ്മുടെ അഹമ്മദ് ബിൻ ഹംബൽ, ഹംബലി മദ്ഹബ്. ഇസാഖ് എന്നവരും അവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് റിവായത്തിൽ അസഹ് നമ്മുടെ മദ്ഹബാണ്, രണ്ടാമത്തത് മാലിക് ഇമാം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. വാഹിദുജ്ജലി മാലിക്കിൻ ബി അന്നഹു ഇബാദത്തൻ വാഹിദത്തൻ ഫഖഫത്തുഹു നിയത്തൻ വാഹിദത്തൻ കൽ ഹജ്ജി വ റകഅത്തി സ്വലാന്ന്. മാലിക് ഇമാമിനുള്ള തെളിവെന്താ? അഭിയനോത് ഇബാദത്താണല്ലോ, ഒറ്റ ഇബാദത്തല്ല, റമളാനിലെ നോമ്പ് മൊത്തം ഒറ്റ ഇബാദത്താണ്. അപ്പോൾ കഫത്തുഹു നിയത്തും, അപ്പോൾ ഒറ്റ നിയത്ത് മതി. കൽ ഹജ്ജി, ഹജ്ജ് പോലെ, വറക്കാത്തി സ്വല, നിസ്കാരത്തിലെ മറ്റു റക്കാത്തുകളൊക്കെ പോലെ. അപ്പോൾ ഓരോ റക്കാത്തിനും, ഹജ്ജിന് ഓരോന്നിനും നിയത്ത് വെക്കണ്ടല്ലോ, നിസ്കാരത്തിലെ ഓരോ റക്കാത്തിനും നിയത്ത് വേറെ വേണ്ടല്ലോ എന്നാണ് അതിന് തെളിവ്.
വഹ്തജ അസ്ഹാബ് നമ്മുടെ അസ്ഹാബുകൾക്കുള്ള തെളിവെന്താ ബിഅന്ന കുല്ല യൗമിൻ ഇബാദത്തുൻ മുസ്തഖില്ല, ഓരോ ദിവസവും ഓരോ തനിച്ച ഇബാദത്താണ്. അല്ല ലാ ഇർതബിതു ബഅ്ളുഹു ബിബഅ്ൾ, അതിൽ ചില ദിവസം ചിലതിനോട് ബന്ധിക്കൂല, ഓരോന്നും ഓരോ ദിവസം തനിച്ചാണ്. വലാ യഫ്സുദു ബി ഫസാദി ബാദിൻ, വലാ യഫ്സുദു, അത് ഫസാദാകൂല ബി ഫസാദി ബാദിൻ, ചിലത് ഫസാദായതുകൊണ്ട് മറ്റത് ഫസാദാവും ഇല്ലല്ലോ. ബി ഖിലാഫിൽ ഹജ്ജ്, ഹജ്ജിന് മാറ്റം, അതായത് ഒരു ദിവസത്തെ നോമ്പ് ഒരാൾക്ക് ഫസാദായി പോയി എന്നാൽ പിറ്റേ ദിവസത്തെ നോമ്പിനെ അത് ബാധിക്കും ഇല്ലല്ലോ. പക്ഷേ ഹജ്ജിനെതിരെ, ഹജ്ജ് എന്ന് വെച്ചാൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഫസാദായ മൊത്തം ഫസാദായ എന്ന് പറയേണ്ടി വരും. അതുപോലെ റക്കാത്ത് സ്വലാ, നിസ്കാരത്തിലെ റക്കാത്ത്, നിസ്കാരത്തിലെ മറ്റു റക്കാത്തുകളും ഹജ്ജിനും എതിരായിട്ട്. നോമ്പ് അങ്ങനെയല്ല, നോമ്പ് ഓരോന്നും തനിച്ച ഇബാദത്താണ്, ഓരോ ദിവസവും തനിച്ച ഇബാദത്താണ്. ഇനി ഫറഉൻ, ഇതൊരു ഫറആണ്. ഫി മദാഹിബിഹിം ഫി തഅയീനി നിയ്യത്തി, നിയ്യത്തിനെ രാപ്പാർപ്പിക്കുന്നതിലുള്ള മദ്ഹബിലുള്ള ഫറ. അപ്പം നിയ്യത്ത് രാപ്പാർപ്പിക്കും, രാത്രി തന്നെ നിയ്യത്ത് വെച്ചു. തഅയീനി നിയ്യത്ത്, രാത്രി അല്ല, തഅയീനാക്കാൻ നിയ്യത്ത് നിർണയിച്ച് പറയണമെന്ന്. റമളാനിലെ നോമ്പ് അല്ലെങ്കിൽ ഇന്ന നോമ്പെന്നൊക്കെ നിർണയിച്ച് പറയണം. മദ്ഹബുന, നമ്മുടെ മദ്ഹബ്, അന്ന സൗമ റമളാന വഗൈരിഹി, റമളാനിലെയും മറ്റു നോമ്പുകളെല്ലാം മിന സൗമിൽ വാജിബി, വാജിബായ നോമ്പിൽപ്പെട്ട എല്ലാ നോമ്പുകളും ലാ യസിഹു ഇല്ലാ ബി തഅയീനി നിയ്യത്തി, അത് നിയ്യത്തിനെ നിർണയിപ്പിക്കൽ കൊണ്ടല്ലാതെ ശരിയാകൂല. വഫിസ്തിറാത്തി നിയ്യത്തിൽ ഫരീദത്തി വജ്ഹാനി, ഓരോ ഏത് നോമ്പാണ് പിടിക്കണം അപ്പോൾ ആ നോമ്പ് കരുതണം. വഫിസ്തിറാത്തി നിയ്യത്തിൽ ഫരീദ, ഫർള് നോമ്പിന് കരുതുന്നതിൻ്റെ ഷർത്തിലുണ്ട് വജ്ഹാനി, ഫർള് നോമ്പിൻ്റെ ഫർളായ നിയ്യത്തിൻ്റെ ഷർത്തിൽ രണ്ട് വജ്, അൽ അസഹുമ, രണ്ടിലൊന്ന്, ലാ ഇസ്തർത്തൂന, ഷർത്തില്ല. ഫർളിനെ കരുതാൻ ഷർത്തുണ്ടോ എന്നതിൽ രണ്ട് വജ്, അതാണ്. ഇനി ഫർള് കരുതുമ്പോൾ ഫർളെന്ന് കരുതണമെന്ന്, അതിൽ രണ്ട് വജ് ഉണ്ട്. അതിൽ രണ്ടിൽ ഏറ്റവും സഹിയായത് ലാ യുസ്തർത്തൂന, ഷർത്തില്ല. വബിഹി ഖാല അബു അലി ഇബ്നു അബി ഹുറൈറ, അബു അലി ഇബ്നു അബൂ ഹുറൈറ അത് പറഞ്ഞിട്ടുണ്ട്, ഫർള് നോമ്പെന്ന് കരുതണമെന്ന്, വേണ്ടാന്ന് പറഞ്ഞവരുണ്ട്. അസാനി രണ്ടാമത് ഇസ്തർത്തു ഖാല ഇസ്ഹാഖുൽ മർവസി പറഞ്ഞിട്ടുണ്ട്, ഷർത്താണ്. അതിന് ഇസ്ഹാഖുൽ മർവസി പറഞ്ഞു വബി വുജൂബി തഅയീനി, തഅയീന് ഖാല, ഇനി വബി വുജൂബി തഅയീന് നിർബന്ധമാണെന്നുകൊണ്ട് കാലം മാലിക് എന്നൊരു അഹ്മദ് ഇമാമും ഇസ്ഹാഖും ദാവൂദ് ജുംഹൂർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് നിയത്ത് തഅയീനാണെന്നതിലും, ഇനി നിർണയിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അവിടെ കൂട്ടത്തിൽ പറഞ്ഞതാണ് എന്താണ് നിയ്യത്ത് ഫർളിനെ കരുതൽ ഷർത്തുണ്ടോയെന്ന്. അപ്പോൾ രണ്ടഭിപ്രായം പറഞ്ഞു. പിന്നെ നമ്മൾ അതിട്ട് തന്നെ പോകെ വബി വുജൂബി തഅയീന്, തഅയീന് നിർബന്ധമാണോ എന്നത് കൊണ്ടിട്ട് ഖാല മാലിക്കുൻ വ അഹ്മദ് വ ഇസ്ഹാഖ് വ ദാവൂദ് വ ജുംഹൂറൻ ആകണ്ട, തഅയീന് നിർബന്ധമാണെന്നത് കൊണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് മാലിക് ഇമാം, അഹമ്മദ് ഇമാം, ഇസ്ഹാഖ് ഇമാം, ദാവൂദ് വൽ ജുംഹൂർ, ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. വൗജബ ഹൗലായിൽ അർബ, ഈ നാല് കൂട്ടരും നിർബന്ധമാക്കി എന്താണ് നിയത്തൽ ഫർളിയത്തിനെ കരുതൽ ഈ നാല് ഇമാമികൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, തഅയീനും വേണം ഫർളാണെന്നും കരുതണം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പറയാം. വഖാല അബൂ ഹനീഫ പറഞ്ഞു ലാ യജിബു തഅയീനു നിയ്യത്തി ഫീ സൗമി റമളാന, നിയ്യത്തിനെ തഅയീനാക്കൽ നിർബന്ധമില്ല റമളാനിലെ നോമ്പിൽ. അപ്പോൾ റമളാൻ്റെ നോമ്പ് തന്നെ പറയണോ, വേണ്ട. അപ്പോൾ ഫലൗ നവാഫിഹി, അപ്പോൾ ഒരാൾ റമളാനിൽ കരുതി സൗമൻ വാജിബൻ, വാജിബായ നോമ്പെന്ന് കരുതി, ഔ സൗമൻ മുത്തലക്കൻ, അല്ലെങ്കിൽ വെറും നോമ്പെന്ന് മാത്രമേ കരുതിയുള്ളൂ, ഔ തത്തവ്വാൻ, അല്ലെങ്കിൽ സുന്നത്താണ് കരുതിയത്, എന്നാൽ വഖാൻ റമളാന, അത് റമളാനിലെ നോമ്പായിട്ടേ സംഭവിക്കുള്ളൂ. ഇൻകാന മുഖീമൻ, അവൻ നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ റമളാനിലെ നോമ്പായിട്ട് സംഭവിക്കും. വഖദാ സൗമുൻ നദീരിൽ മുതഅയ്യിനി ഫീ സമാനിൻ മുഅയ്യിനിൻ, ഇപ്രകാരം തന്നെയാണ്
സൗമുൻ നദിരിൽ മുതഅയ്യനി, നിർണിതമായ നേർച്ച നോമ്പ്, ഫി സമാനിൻ മുഅയ്യനിൻ, നിർണിത കാല സമയത്തുള്ള നിർണിത നേർച്ച നോമ്പ് ഇപ്രകാരമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ എന്തില്ല, എന്ത് കരുതേണ്ടതില്ല, റമളാനിലെ നോമ്പൊന്നും കരുതേണ്ടതില്ല എന്ന് അബൂ ഹനീഫ ഇമാമിൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഫലവുക്കാന മുസാഫിറൻ, അപ്പോൾ ഇനി മുസാഫിറാണെങ്കിലോ അയാൾ വനവാ ഫർളൻ ആഖറ, മറ്റൊരു ഫർള അദ്ദേഹം കരുതുകയും ചെയ്താൽ വഖാ, അത് സംഭവിക്കും അൻ ദാലിക്കൽ ഫർളി, ആ ഫർളിനെ തൊട്ട് സംഭവിക്കും. മുസാഫിറാകുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. നാട്ടിൽ താമസിക്കുമ്പോഴാണ് ഒരാൾ നോമ്പ് പിടിക്കുന്നു, റമളാനിൽ നോമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ കരുതിയാൽ അത് എന്താണ് റമളാനിലെ നോമ്പായിട്ടാണ് സംഭവിക്കുക. ഇനി യാത്രയിലാണ് അവൻ മറ്റൊരു നോമ്പാണ് കരുതിയതെങ്കിലോ അതിനെ തൊട്ട് സംഭവിക്കും. വൈനവാ തത്തബുവൻ, അവൻ സുന്നത്താണ് കരുതിയെങ്കിൽ ഫാൽ യഖവു തത്തബുവൻ കമാനവ അം യഖവൻ റമളാന ഫീ റിവായത്ത്. അപ്പോൾ ഇനി വേറെ കാര്യം, ഇനി അയാൾ യാത്രക്കാരനാണ്, പക്ഷേ അവൻ അബൂ ഹനീഫ ഇമാമിൻ്റെ കൗല് പ്രകാരം ഉണ്ടാ, അയാൾ യാത്രക്കാരനാണ്, സുന്നത്ത് നോമ്പാണ് കരുതിയത്, അപ്പോൾ അത് സുന്നത്തായി സംഭവിക്കുമോ? കമാനവ, അയാൾ നിയത്ത് വെച്ചതുപോലെ സുന്നത്തായി സംഭവിക്കുമോ? ഔ യഖവു അൻ റമളാന, അല്ലെങ്കിൽ റമളാന് നോമ്പായിട്ട് സംഭവിക്കുമോ? ഫീ റിവായത്താണ്, ഈ പറഞ്ഞതിന് 2 റിവായത്ത്, അതിൽ 2 റിവായത്തുണ്ട് ആ വിഷയത്തിൽ. അതായത് യാത്രക്കാരന് നോമ്പ് നോക്കൽ നിർബന്ധമില്ലല്ലോ, അപ്പോൾ ആ നിലക്ക് വരുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം തെളിവ് പഠിക്കും. വഹ്തജ അബൂ ഹനീഫ ബി ഖിയാസ് അൽ ഹജ്ജി, അബൂ ഹനീഫാമ് തെളിവ് പറഞ്ഞത് ഹജ്ജിൻ്റെ മേൽ ഖിയാസാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തെളിവതാണ്, ഹജ്ജിൻ്റെ മേൽ ഖിയാസാക്കും. വഹ്തജ അസ്സാബൻ, നമ്മുടെ അസ്സാബ് തെളിവ് പിടിക്കുന്നത് ബി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കൗലാണ്. എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നമാലി കുല്ലി ഇംരിഇൻ മാനവ, ഓരോരുത്തർക്കും കരുതിയതേ കിട്ടുള്ളൂ. വഇന്നമാലി കുല്ലി ഇംരിഇൻ മാനവ, ഓരോ മനുഷ്യനും ഉണ്ട് മാനവ, അവൻ ഉദ്ദേശിച്ചതേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിയ്യത്ത് വേണം, അതുപോലെ തന്നെ നിർണിതമാക്കണം ഏത് നോമ്പാന്ന് കരുതണം. അതുപോലെ തന്നെ അബിൽ ഖിയാസ് അലാ സൗമിൽ ഖലായി, ഖലായിൻ്റെ നോമ്പിൻ്റെ മേൽ ഖിയാസാക്കൽ കൊണ്ടുമാണ് നമ്മുടെ തെളിവ്. ഖലാ ആയ നോമ്പ് ഏതാണെന്ന് കരുതണ്ടേ. വജാബു, അവർ ഉത്തരം കൊടുത്തു, അനിൽ ഹജ്ജിന് ഉത്തരം കൊടുത്തെന്താ, എന്ന അബുനാഹു അല തൗസിഅത്തി, അതിനെടുക്കപ്പെട്ടത് വിശാലതയുടെ മേലാണ്. ഹജ്ജ് എന്നുള്ളത് ആയുസിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. വലിഹാദ, ഇക്കാരണത്തിന് വേണ്ടിയാണല്ലോ ലാ യുഖ്റജു മിൻഹു ബിൽ ഇഫ്സാദി, അവനിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടുകയില്ല, ഇഫ്സാദ് കാരണം, ഫസാദാക്കൽ കൊണ്ടിട്ട് അവനിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടുകയില്ല. വയസ്സി താലീഖു അല ഇഹ്റാമിൻ കൈഹ്റാമി ഗൈരിഹി, അതിൻ്റെ താലീഖ് സഹിയാകും അല ഇഹ്റാമിൻ, ഇഹ്റാമിൻ്റെ മേലെ ഇഹ്റാമി ഗൈരിഹി, മറ്റുള്ള ഇഹ്റാമ് പോലെ. അല്ലാഹു ആലം, അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നത്. ഇപ്പം തഅയീനും ഫർളെന്ന് കരുതണോ നിർണിതമാക്കി കരുതണോ എന്നൊക്കെയാണ് നമ്മുടെ അഭിപ്രായം കഴിഞ്ഞത്. ഇനി ഫറോൻ ഫി മദാഹിബിഹിം ഫി മൻ അസ്ബഹ ഫി റമളാന ബിലാനിയത്തിൻ സുമ്മ ജാമ ഖബല സവാലി, ഇതൊരു ഫറാണ്. ഫി മദാഹിബിഹിം, അവരുടെ മദ്ഹബിലുണ്ട്. ഫീമൻ അസ്ബഹ ഫി റമളാന, ഒരാൾ പ്രഭാതത്തിലായി നിയ്യത്ത് കൂടാതെ റമളാനിൽ, സുമ്മ ജാമ ഖബല സവാലി, പിന്നെ ആൾ ജിമാവ് ചെയ്തു, ഉച്ചക്ക് മുമ്പ് ജിമാവ് ചെയ്തു, ഭാര്യയുമായി ബന്ധപ്പെട്ടു, നിയ്യത്തും ചെയ്യാതെ റമളാനിൽ അയാൾ നേരം പുലർന്നേക്കാണ്, എന്നിട്ട് ഭാര്യയുമായി ബന്ധപ്പെട്ടു, എന്നാൽ ഉച്ചക്ക് മുമ്പാണ്. എന്നാൽ കാല ഷാഫി ഇമാം പറഞ്ഞു, അബൂ ഹനീഫ ഇമാം പറഞ്ഞു, മാലിക് എന്നവർ അഹമ്മദ് ഇമാം, ഈ 4 മദ്ഹബിലെ ഇമാമികൾ, വൽ ജംഹൂറും പറഞ്ഞു എന്താണ്, ലാ കഫാറത്ത് അലൈഹി, അവൻ്റെ മേൽ കഫാറത്തില്ല. കാരണം ലാക്കിൻ യസിമോൻ, കുറ്റക്കാരനാണ്. കാരണം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിലേക്കാണ് ഈ വരുന്നത്. കാരണം അയാൾ നോമ്പ് കരുതിയിട്ടില്ലല്ലോ, അപ്പോൾ നോമ്പുകാരനല്ല. പക്ഷേ അബൂ ഹനീഫ ഇമാം പറഞ്ഞ പ്രകാരം കഫാറത്ത് വേണ്ടി വരും. അപ്പോൾ നോക്കാം നമുക്ക്. വഖാല അബൂ യൂസുഫ് പറഞ്ഞു, അലൈഹിൽ കഫാറ, അവൻ്റെ മേൽ കഫാറത്തുണ്ട്. കാല, അദ്ദേഹം പറയും, വലൗ ജാമാ ബഅദ സവാലി ഫലാ കഫാറത്ത, ഇനി അയാൾ ജിമാ ചെയ്തത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കഫാറത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ ഈ വിഷയം പറയത് പ്രഭാതത്തിൽ നിയത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ്
ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കഫാറത്തില്ല. ഉച്ചക്ക് മുമ്പാണെങ്കിൽ കഫാറത്ത് വേണമെന്ന് അബു യൂസുഫ് പറഞ്ഞു. വൽ അക്ലു ഇൻദഹു കൽ ജിമാഇ ഫി ഹാദാ. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ജിമാവ് പോലെ തന്നെയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ അവന് ഭക്ഷണം കഴിച്ചാലും ഇപ്രകാരം തന്നെയാണ് എന്നാണ്. കാലത്തെ പറഞ്ഞില്ലേ അന്ന സൗമഹു ഖബല സവാലി മുറാഅൻ ഹത്താ ലൗ നവാഹു സഹൈന്ദഹു അല്ലേ. കാരണം അബു യൂസുഫ് പറയാണ് കാരണം അന്ന അവൻ്റെ അയാളുടെ നോമ്പ് ഖബല സവാൽ ഉച്ചക്ക് മുമ്പ് മുറാഅൻ പരിഗണിക്കപ്പെടുന്നതാണ്. ഹത്താ ലൗ നവാഹു സഹൈന്ദഹു അവനതിനെ കരുതിയിരുന്നെങ്കിൽ സഹൈന്ദഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ സഹിയാണല്ലോ. അപ്പോൾ ഫൈദാ അക്കല അപ്പോൾ ഒരാൾ തിന്നോ ജാമ അല്ലെങ്കിൽ അവൻ തിന്നുകയോ ജിമാ ചെയ്യുകയോ ചെയ്താൽ ഫഖദ് അസ്ഖത്തൽ മുറാഅത്ത അവൻ ആ മുറാഅത്തിനെ എന്ത് ചെയ്തു, അവൻ കളഞ്ഞു. അപ്പോൾ ഫകാനോ അഫ്സദ സൗം അപ്പോൾ അവൻ ആരെപ്പോലെയായി, നോമ്പ് ഫസാദാക്കിയവനെ പോലെയായി. ബിഖിലാഫി മാ ബഅദ സവാലി ഉച്ചയ്ക്ക് ശേഷമുള്ളതിനെതിരായിട്ട്. കാരണം ഫൈനൗലായ സിഹുനിയത്തു റമളാന ഫീ ബിൽ ഇജ്മാ കാരണം ഉച്ചക്ക് ശേഷം നീയത്ത് സയ്യാകൂലല്ലോ. റമളാനിൽ നോമ്പിനെ കരുതിയ ഉച്ചയ്ക്ക് ശേഷം ഇജ്മാ ആണ്, ഏകകണ്ഠ അഭിപ്രായം കൊണ്ട് അത് ശരിയാകൂല. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ദലീലുന നമ്മുടെ ദലീൽ എന്താ, കഫാറത്ത് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അന്നൽ കഫാറത്ത് അജിബു ബിൽ ഇഫ്സാദി സൗമിൽ ജിമായി നമ്മുടെ തെളിവ് കഫാറത്ത് നിർബന്ധമാകുന്നത് നോമ്പിനെ ജിമാ കൊണ്ട് ഫസാദാക്കിയതിന് വേണ്ടിയിട്ടാണ്. വഹാദ ലൈസബി സാഹിമിന് അയാൾ നോമ്പുകാരനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വഹാദ ലൈസബി സാഹിമിന് അയാൾ നിയത്ത് വെക്കാതെയുള്ള പ്രഭാതത്തിലായത്. അപ്പോൾ അയാൾക്ക് നോമ്പില്ല. അപ്പോൾ ജിമാ ചെയ്ത കഫാറത്തില്ല, കുറ്റക്കാരനാകും, അത് വേറെ കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിന് മനസ്സിലായി. ശറഉൽ മുഹദ്ദബ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.